ലോക അർണിസ് ചാമ്പ്യൻഷിപ്പ് മെഡൽ വിജയികൾക്ക് കൊല്ലത്ത് സ്വീകരണം. ഡൽഹിയിൽ ഓഗസ്റ്റ് 1 മുതൽ 4 വരെ നടന്ന ലോക അർണിസ് മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 1 വെള്ളിയും 2 വെങ്കല മെഡലുകളും നേടിയ വിജയികൾക്ക് കൊല്ലത്ത് സ്വീകരണം നൽകി. കൊല്ലം MVG CVN കളരിയിലെ PV ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യരായ കൃഷ്ണ S ഗണേഷ്, AK അനസ്, റോബിൻ ഹിലരി എന്നീ 3 അംഗങ്ങളാണ് നേട്ടം കൈവരിച്ചത്. ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട കേണൽ ഡിന്നി വിജയികളെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. അർണിസ് ഫെഡറേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആയത്തിൽ ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേണൽ ഡിന്നി, PV ശിവകുമാർ ഗുരുക്കൾ, ആയത്തിൽ ശ്രീകുമാർ, അനിൽ നടരാജൻ, അഡ്വക്കേറ്റ് ഗണേഷ്, വിനോദ് കുമാർ, മറ്റ് ശിഷ്യന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. തോന്നുന്നൊരു നിമിഷമാണ് 18ാമത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഈ ഫിലിപ്പീൻസിന്റെ ആയോധന കലയായിട്ടുള്ള അർണിസ് ഈ കൊല്ലം ഡൽഹിയിൽ വെച്ചാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഈ മാർഷൽ ആർട്സ്, ഈ ആയോധന കല ഈ കുറി ഇന്ത്യ ആതിഥ്യത്വം വഹിക്കണം എന്നുള്ളൊരു ആവശ്യപ്രകാരം ഇന്ത്യയിൽ ഇതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നിന്നും MVG CVN കളരിയുടെ നേതൃത്വത്തിൽ PV ശിവകുമാർ ഗുരുക്കളുടെ നേതൃത്വത്തിൽ പോയ ഗുരുക്കളുടെ ശിഷ്യനായ ശ്രീ റോബിൻ, അതുപോലെ തന്നെ കൃഷ്ണൻ അനസ് അടങ്ങിയ 3 കളരിയുടെ അഭിമാനമായ 3 പേർക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ മെഡൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം വളരെ അഭിമാനമാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് പോയ MVG CVN കളരിയെ പ്രതിനിധീകരിച്ച് പോയ ഞങ്ങളുടെ കുട്ടികൾക്ക് ശ്രീ PV ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യരായ ഇവർക്ക് കിട്ടിയതിൽ വളരെ അഭിമാനം തോന്നുന്നു. അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് നമുക്കറിയാം അവരുടെ പൊതുപ്രവർത്തകന് കേണൽ ആയ ശ്രീ ഡിന്നി സാറ് അവർകളാണ് അവരെ സ്വീകരിച്ചത്. വളരെ അഭിമാനം തോന്നുന്നു. രാജ്യത്തിന്റെ പോരാളിയായ, രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ അഭിമാനമായിട്ടുള്ള ശ്രീ ഡിന്നി സാറാണ് അവരെ പൊന്നാട അണിയിച്ച് എത്തിയിരിക്കുന്നത്. വളരെ അഭിമാനം തോന്നുന്നു. കാരണം രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. അത് നിങ്ങൾ 3 പേരും പ്രത്യേകിച്ച് ഇത്രയും നല്ല ഒരു പാരമ്പര്യമുള്ള ഒരു ഗുരുക്കളുടെ അണ്ടറിൽ പഠിച്ച് അതിന്റെ ഇത്രയും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് എത്രമാത്രം ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തിട്ടായിരിക്കും ആ ലെവലിൽ എത്തുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാവിധ ആശംസകൾ. ഞങ്ങളെല്ലാവരും നിങ്ങളെ ഓരോരുത്തരെയും, പിന്നെ ഗുരുക്കളുടെ ബാക്കിയുള്ള എല്ലാ ശിഷ്യരെയും ഞങ്ങൾ അഭിമാനം കാണുകയാണ്. ഇന്ന് ഇങ്ങനത്തെ ഒരു നിമിഷത്തിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകൾ. എല്ലാം നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. കേരളത്തിൽ നിന്ന് ഒരു ടീം പോകാൻ പറ്റിയതിലും വളരെ അഭിമാനം കൊള്ളും. നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള വടക്കൻ സമ്പ്രദായത്തിലാണ് MVG ട്രഡീഷൻ നിലകൊള്ളുന്നത്. എങ്കിലും ഫിലിപ്പീൻസിന്റെ മാർഷൽ ആർട്സിൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങാനുള്ള, ഓപ്പൺ ഫൈറ്റിന് ഇറങ്ങാനുള്ള അവസരം വന്നപ്പോൾ അത് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു വെച്ച് കഴിഞ്ഞാൽ കളരിപ്പയറ്റിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം സിലബസ് ബേസിലുള്ള മത്സരങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു ഫൈറ്റിനകത്ത് കളരിപ്പയറ്റിൽ നിന്ന് പോകുന്നവർ അതിന്റെ കഴിവ് തെളിയിച്ചാൽ അത് വടക്കൻ സമ്പ്രദായത്തിൽ കളരിപ്പയറ്റിനുണ്ടാകുന്ന പേരാണ്, അത് നമ്മുടെ രാജ്യത്തിന്റെ പേരാണ്. അതുകൊണ്ടാണ് ഇനി ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ കളരിപ്പയറ്റിൽ നിന്ന് കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവർക്ക്